വിദേശത്തു നിന്നും നാട്ടിലെത്തിയ ശേഷം കാണാതായ യുവാവിനെ അവശനിലയിൽ കണ്ടെത്തി. ബുധനൂർ പടിഞ്ഞാറ് കൈലാസം വീട്ടിൽ രമണൻ നായരുടെ മകൻ വിഷ്ണു നായരെയാണ് എണ്ണക്കാട് ഗ്രാമം പൂക്കൈതച്ചിറ ഭാഗത്ത് ചതുപ്പ് നിലത്തിൽ അവശനിലയിൽ കണ്ടെത്തിയത്. വിദേശത്തു നിന്നും നാട്ടിലെത്തിയ ശേഷം കാണാതായ യുവാവിനെ അവശനിലയിൽ കണ്ടെത്തി. ബുധനൂർ പടിഞ്ഞാറ് കൈലാസം വീട്ടിൽ രമണൻ നായരുടെ മകൻ വിഷ്ണു നായരെയാണ് എണ്ണക്കാട് ഗ്രാമം പൂക്കൈതച്ചിറ ഭാഗത്ത് ചതുപ്പ് നിലത്തിൽ അവശനിലയിൽ കണ്ടെത്തിയത്. ദുബായിൽ ജോലി ചെയ്തു വരുന്ന വിഷ്ണു ഞായറാഴ്ച വൈകിട്ട് 7 മണിയോടെയാണ് ബുധനൂരിലെ വീട്ടിലെത്തിയത്. തുടർന്ന് 7:30ഓടെ ചെട്ടിക്കുളങ്ങരയിലുള്ള പ്രതിശ്രുത വധുവിനെ കാണാൻ ബുധനൂരിലെ വീട്ടിൽ നിന്നും പുറപ്പെട്ട വിഷ്ണുവിനെ മൊബൈൽ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ചെട്ടിക്കുളങ്ങരയിൽ എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയ കുടുംബം കഴിഞ്ഞ ദിവസം മാന്നാർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. എൻ്റെ വാർഡിലുള്ള, അതായത് ഇപ്പം ഞാൻ പുതിയതായിട്ട് ജയിച്ചു വന്നിട്ടുള്ള വാർഡിലുള്ള മഹേശ്വരൻ എന്ന് പറഞ്ഞ ഒരാളുടെ ബന്ധുവിനെ കഴിഞ്ഞ 2 ദിവസമായി കാണാതായിട്ട് അവരും എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു 2 4 മണിക്ക് എത്താൻ പറഞ്ഞു. അങ്ങനെ 4:30 ആയപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിലെത്തി. എത്തിയ സമയത്ത് പോലീസ് SIയും PA അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അവരുടെ വിഷയങ്ങളൊക്കെ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ കാര്യങ്ങളെന്ന് ചോദിച്ചപ്പം ഇന്നലെ വൈകിട്ട് ഒരു 8 മണിയായപ്പോൾ മിസ്സായതാണ്. അപ്പോൾ 8 മണിക്ക് കരയമ്പറ്റത്തുനിന്ന് 8:15 കരയമ്പറ്റത്തുനിന്ന് തിരിഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഫുട്ടേജ് അവരിലുണ്ടെന്ന് പറഞ്ഞാൽ ആ വീഡിയോ എന്നെ കാണിച്ചു. അപ്പം ഇവിടെ നിന്ന് എങ്ങോട്ടാണ് വന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അത് പറഞ്ഞു എണ്ണക്കാട് ഒരു വിവാഹ വീടുണ്ട്, അവിടേക്കാണ് വന്നതെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഇപ്പോൾ എണ്ണക്കാട് ആ പറഞ്ഞ വീട് ലൊക്കേഷൻ എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ അവിടുത്തെ കഴിഞ്ഞ ജനപ്രതിയായിരുന്നില്ല കുറേ നാളായിട്ട്. അപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾ നേരെ ഇവരുടെ കാറിൽ, ഞാൻ പറഞ്ഞു പോലീസ് വരുമ്പോഴത്തേനും നമുക്ക് ആ ലൊക്കേഷൻ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ്. അപ്പോൾ എൻ്റെ പ്രതീക്ഷ അപ്പോഴും കരയമ്പറ്റത്തുനിന്ന് ഇങ്ങോട്ട് വന്ന് വഴിവാടിക്കടവ് ആ ഭാഗത്ത് എവിടെയെങ്കിലും അങ്ങനെ വെള്ളത്തിൽ പോകും അങ്ങനെ ഒന്ന് ചെയ്ത് എൻ്റെ മൈൻഡിൽ അപ്പോഴേ തന്നെ വന്നു. കാരണം 15 മിനിറ്റിനുള്ളിൽ ആളെ കാണാതെത്തിയെന്ന് പറഞ്ഞപ്പോൾ 8:15 അവിടെ തിരിഞ്ഞു 8:30 ഇവിടെ എത്തിയിട്ടുമില്ല. കാരണം 15 മിനിറ്റ് മതി ഈ കരയമ്പറ്റത്തുനിന്ന് എണ്ണക്കാട് ഈ പറഞ്ഞ കല്യാണ വീട്ടിലേക്ക് എത്താൻ. ഉടനെ തന്നെ ഞങ്ങൾ ഇവരുടെ വണ്ടിയിൽ തോപ്പിച്ചന്തയിൽ നിന്നും നേരെ ഗ്രാമം റൂട്ടിൽ പോയി. ഗ്രാമം റൂട്ടിൽ പോയപ്പോൾ ആ പൂക്കൈതച്ചിറ എന്ന് പറയുന്ന ഭാഗമുണ്ട്. അവിടെ എത്തിയപ്പം ചെറിയൊരു സംശയമായിട്ട് ഞങ്ങൾക്ക് തോന്നി. അവിടെ നിന്ന് ഞങ്ങൾ വണ്ടി പോയ സ്ഥലത്തു നിന്ന് തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ കറക്റ്റായിട്ട് ആ വളവിന് ഭയങ്കര പോച്ചയും ഇതിന്ന് കാടാണ്. ആ കാടിൻ്റെ സൈഡിൽ പുഞ്ചയാണ്, വിരിപ്പാണ്. ആ വിരിപ്പിൽ വണ്ടി മറിഞ്ഞ് കിടക്കുന്നതായിട്ട് കണ്ടു. ഉടനെ തന്നെ ഞാൻ ചാടി ഇറങ്ങി അവിടെയുള്ള നാട്ടുകാരും കൂടി ഉടനെ തന്നെ ഞങ്ങൾ വന്ന വണ്ടിയിൽ കാറിൽ ആളെ എടുത്ത് ഞങ്ങൾ പരുമല ആശുപത്രിയിൽ എത്തിച്ചു. പോലീസ് അന്വേഷണം നടക്കുന്നതിനിടയിൽ ബുധനൂർ പഞ്ചായത്ത് 8ാം വാർഡ് ജനപ്രതിനിധിയായ രാജേഷ് ഗ്രാമം വിഷ്ണുവിന്റെ ബന്ധുക്കൾ നൽകിയ CCTV ദൃശ്യം പരിശോധിച്ചതിൽ മാവേലിക്കര കരയവട്ടം ഭാഗത്തു നിന്നും വിഷ്ണു തന്റെ ബൈക്കിൽ തിരിയുന്നതായി മനസ്സിലാക്കുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ചതുപ്പ് നിലത്തിൽ ബൈക്ക് കണ്ടെത്തുകയും തൊട്ടടുത്തായി വിഷ്ണുവിനെ അവശനിലയിൽ കാണപ്പെടുകയുമായിരുന്നു. ഉടനെ തന്നെ രാജേഷ് സഞ്ചരിച്ച വാഹനത്തിൽ തന്നെ വിഷ്ണുവിനെ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിക്കുകയായിരുന്നു. ചെട്ടിക്കുളങ്ങരയിലേക്കുള്ള യാത്രാമധ്യേ വിഷ്ണു സഞ്ചരിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം തെറ്റി പാടത്തേക്ക് മറിഞ്ഞതാകാം അപകട കാരണമെന്നാണ് നിഗമനം. CDNet ന്യൂസ്, മാന്നാർ.